മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രാവിലെ ഏതാണ്ട് 9:30 മണിക്ക് എൻ്റെ കുടുംബത്തെയും കൊണ്ട് സ്റ്റാച്യുവിലുള്ള BSNL ഓഫീസിലേക്ക് എല്ലാ ദിവസവും പോകേണ്ടി വരാറുണ്ട്. അപ്പം ശരിക്ക് പാപ്പനംകോട് നിന്ന് സ്റ്റാച്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ വഴിക്കുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ എന്നാലും ധാരാളം ട്രാഫിക് സിറ്റിയിലേക്കുണ്ട്. അവിടെ ധാരാളം ട്രാഫിക് പോലീസുകാർ നിൽക്കുന്നത് കാണാറുണ്ട്. 100% ആത്മാർത്ഥമായിട്ട്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ആത്മാർത്ഥമായിട്ട് ഈ കൈ ഇങ്ങനെ കാണിച്ച്, ശരിക്കും അങ്ങനെ കൈ ഒരു അരമണിക്കൂർ ഞാൻ കാണിച്ചാൽ എൻ്റെ കൈ പിന്നെ ഒന്നിനും കൊള്ളില്ല. അത്രയും ഗംഭീരമായിട്ട് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഈ ട്രാഫിക് പോലീസുകാർ ട്രാഫിക് നിയന്ത്രിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് കൊണ്ട് വാഹനങ്ങൾ ഒന്ന് സമയം വൈകാതെ എത്തുന്നു, ആക്സിഡന്റ് സംഭവിക്കാതെ എത്തുന്നു, ബ്ലോക്ക് വരാതെ എത്തുന്നു, ജോലിക്കാർക്ക് ആൾമോസ്റ്റ് കറക്റ്റ് ടൈമിലെങ്കിലും അവരുടെ ഓഫീസിൽ എത്താൻ സാധിക്കുന്നു. ഒരു തരത്തിൽ 100% ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം. അതിൻ്റെ അപ്പുറത്ത് വേറൊരെണ്ണം കൂടി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എപ്പോഴും ചിന്തിക്കാറില്ല. TP ചന്ദ്രശേഖരന്റെ കൊലയാളികളെ പിടിക്കാനായിട്ട് പോലീസ് അനുഭവിച്ച ആ വേദന, അതേപോലെ തന്നെ കുറേ അധികം കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു, ഇപ്പോഴും നടക്കുന്നു. എത്രയോ കൊലപാതകങ്ങൾ. അതിൽ ഏറ്റവും ഒടുവിലെത്തിയാണെന്ന് വേണമെങ്കിൽ പറയാവുന്നത് ജിഷായിയുടെ. ഒരു മന്ത്രിസഭ മാറി അടുത്ത മന്ത്രിസഭ വന്നപ്പോൾ ഒരു സുപ്രഭാതത്തില് ഇതുമായിട്ട് ബന്ധമുള്ളവനോ ഇല്ലാത്തവനോ സീരിയലിലെ കഥകൾ പോലെ അയാളെ അറസ്റ്റ് ചെയ്തു എന്നും കത്തി കണ്ടുപിടിച്ചു എന്നും ചെരുപ്പ് കണ്ടുപിടിച്ചു എന്നും എല്ലാം പറഞ്ഞ് വലിയ വാർത്ത ദേശീയ പത്രങ്ങൾ ഉൾപ്പെടെ ഒരു ചളിപ്പുമില്ലാതെ പ്രസിദ്ധീകരിച്ചു. ഒരു 10ാം ക്ലാസ് പഠിച്ചവനറിയാം ഈ കുട്ടിയെ കൊലപാതകം നടത്തി, രാത്രിക്ക് പതിവില്ലാത്ത വിധത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി, ശ്മശാനം തുറന്ന് അവിടെ കൊണ്ടുപോയിട്ട് രാത്രി ആരും അറിയാതെ ദഹിപ്പിച്ച പോലെ ദഹിപ്പിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് ചെന്ന് 15 ലക്ഷം രൂപ കൊടുത്തു. ഇങ്ങനെ അതിവിചിത്രമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നതിലേക്ക് ഒന്നും ശ്രദ്ധിക്കാതെ, ഇതിൻ്റെ പുറകിലൊക്കെ ആരാ പ്രവർത്തിച്ചത് എന്നൊന്നും അറിയാതെ കുറേ ആസാംകാരാണ് ഇതിൻ്റെ പുറകില് എന്ന് പറഞ്ഞ് ആ കണ്ടവരുടെ ചിത്രം വരച്ച് ആ ചിത്രവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവനെ മുഖംമൂടി ധരിച്ച് കോടതി കൊണ്ടുപോയി. എന്നിട്ട് അവനെ ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ കാണുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധമില്ല. പോലീസിന് പൊൻതൂവല് കൊടുത്തു. അധികാരത്തിലേറിയ മന്ത്രിമാര് ആഹ്ലാദത്തിന്റെ തിമർപ്പിലായിരുന്നു. ഇതൊക്കെ പ്രസിദ്ധീകരിച്ച പത്രങ്ങള് ചെയ്ത തെറ്റിനെ കുറിച്ച് ഒരു വരി പോലും പറയാതെ, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നത് ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് ഫേസ്ബുക്കിലൂടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ 10,000-കണക്കിന് കമന്റുകൾ വന്നിട്ടും അന്നും പോലീസ് മേധാവി പറഞ്ഞത് എല്ലാവരെയും സുഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അന്വേഷണ റിപ്പോർട്ടൊന്നും സാധിക്കില്ല എന്ന്. പക്ഷെ അവസാനം അത് എവിടെ ചെന്ന് നിൽക്കുന്നു? ഇതിൻ്റെയൊക്കെ പുറകിൽ ഓടുന്ന പോലീസുകാര് അന്ത്യത്തിൽ രാപ്പകലില്ലാതെ അവർ ചെയ്ത വർക്കിന്റെ പരിണത ഫലം എന്ത്? എത്രയെത്ര കൊലപാതകങ്ങള് കേരളത്തിന് പുറത്ത് മധ്യപ്രദേശിന് അപ്പുറത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മുഴുവനും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാമായിരുന്നു. ഏതായാലും കേരളത്തിൽ അത് പറ്റില്ല. പ്രതിപക്ഷങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് അയക്കുന്നവരുടെ കയ്യിൽ തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പദവിയും പൊൻതൂവലും അഭിനന്ദനങ്ങളും പത്രങ്ങളും എല്ലാം കിടന്ന് അതിനെ അനുമോദിക്കുകയും ആഹ്ലാദിക്കുകയും അടുത്ത ദിവസം കാലുവാരികയൊക്കെ ചെയ്യുമ്പോൾ ഈ കൊലപാതകങ്ങള്, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവര്, അതിവിചിത്രമായി സീരിയലിൽ കാണുന്ന രീതിയിലുള്ള നാടകങ്ങള്, ഇതൊക്കെ ചെയ്തതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ ആസാമിലേക്ക് ശ്രദ്ധ തിരിക്കുക,
അല്ലെങ്കിൽ വേറെ പലതിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനം ആ പോലീസുകാരെ തനി ചൂട് ചോറ് മാന്തിക്കുന്ന വിധത്തില് അവരെ കുരങ്ങ് കളിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തിട്ട് ഏതാണ്ട് അന്വേഷണം ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിലുള്ള കുറെ ആൾക്കാരെ മാറ്റുക, ട്രാൻസ്ഫർ ചെയ്യുക, വേറൊന്നിലേക്ക് ഇടുക. അങ്ങനെയൊക്കെ കാണിക്കുന്ന കളികൾക്ക് പുറകിൽ എന്തൊക്കെയാണെന്ന് ഈ പത്രധർമ്മം അറിയാവുന്നവരെന്തെങ്കിലും ചെയ്തൂടെ? അതല്ല നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന മാതിരി പത്രങ്ങൾക്കെല്ലാം കഴിഞ്ഞ 10 വർഷമായിട്ട് 25,000 കോടി വീതിച്ചു കൊടുത്തിരുന്നു. ആ വീതിച്ചു കൊടുത്തവർക്ക് വേണ്ടിയിട്ട് വീതിച്ചത് കിട്ടിയവരെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതിങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പത്രങ്ങൾ വായിക്കുന്ന സാധാരണക്കാരനെ എന്തിനാ ഇത്രയധികം അവഹേളിക്കുന്നത്? വിദ്യാസമ്പന്നമായ കേരളത്തില് ട്രാഫിക് പോലീസ് ആവുകയാണ് ഈ സാധാരണ നല്ല പോലീസ് ആവുന്നതിനേക്കാൾ എത്രയോ നല്ലത്. ചിലപ്പോൾ തോന്നാറുണ്ട്, രാപ്പകലിരുന്ന് പഠിച്ച് എഴുതി IAS എല്ലാം എടുത്ത് പുറത്തേക്ക് വരുന്നവര് തനി യൂസ്ലെസ്സും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുമായിട്ടുള്ള മന്ത്രിമാരുടെ കീഴില് എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ പാകത്തിന് നിങ്ങളൊക്കെ IAS എടുക്കണോ മക്കളെ, വേറെ എന്തെങ്കിലും ചെയ്തൂടെ എന്ന് തോന്നാറുണ്ട്. അതിനേക്കാൾ നീചമായിട്ടാണ് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മന്ത്രിമാര് പോലീസുകാരോടും പോലീസ് മേധാവികളോടൊക്കെ പെരുമാറുന്നത്. നിങ്ങളൊക്കെ തലയിൽ തൊപ്പി വെച്ച് IAS IPS ഒക്കെ എടുത്ത് വന്ന് ഇവരുടെ മുമ്പിൽ ഓച്ചാരിച്ച് സെല്യൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർക്ക് ദുഃഖം തോന്നുന്നു. ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലതല്ലേ ട്രാഫിക് പോലീസ് ആവുക? അറ്റ്ലീസ്റ്റ് കുറച്ച് ആക്സിഡന്റ് എങ്കിലും ഇല്ലാതെ ജനത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും സമയത്തിൽ അവരെ ഓഫീസിൽ എത്തിക്കാനും സാധിക്കും. ഒരുപക്ഷെ പരമവീരചക്രവും ഭാരതരത്നയും ഒന്നും കിട്ടില്ലായിരിക്കാം, എന്നാലും ധന്യമായിട്ട് ആത്മാഭിമാനത്തോടു കൂടി ജീവിതാന്ത്യം വരെ ജീവിച്ച് മരിക്കാനെങ്കിലും ട്രാഫിക് പോലീസിന് സാധിക്കുമല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.